എന്താ എനിക്ക് പണി? ഞാൻ തിരുമ്പിയത് മടക്കിയൊക്കെയായിരുന്നു. എന്താ മുഖത്തിനൊക്കെ ഒരു ക്ഷീണം? എന്തേലും അസുഖം ഉണ്ടോ? ഊര വേനിക്കണുണ്ട്, പിന്നെ പനിക്കണൊക്കെ ഉണ്ട്. തീരെ വയ്യ. ഒന്ന് റെസ്റ്റ് എടുത്തൂടെ? ഇരിക്കാൻ സമയം കിട്ടണ്ട ആദ്യം. എന്നാ മാറ്റൂടെ? നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കാം. ഡോക്ടറെ അടുത്തേക്കൊന്നും പോണ്ട. അതിനൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. ഈ മാറ്റി ഞാൻ ചോദിക്കാം. ഞാൻ മടക്കി അമ്മ, ഞാൻ ഓളായിട്ടൊന്ന് ഡോക്ടറെ അടുത്തേക്ക് പോവാണ്. നമുക്ക് നല്ല ഊരവേദനയും പനിയൊക്കെ ഉണ്ട്. നിങ്ങൾ എവിടേക്ക് പോയാലും ഇപ്പൊ എന്താ വെറുതെ ഓരോ അസുഖങ്ങളും പറഞ്ഞങ്ങാണ്ട് വെറുതെ പോവാണ് ഹോസ്പിറ്റലിലേക്ക്. ആ ഗുളിക ഒന്നാണ് കുടിച്ചാ മതി. ഓൾക്ക് തീരെ വയ്യാത്തോണ്ടല്ലേ. എന്നാ നിങ്ങൾ എന്താ ചെയ്തോടി, നിങ്ങൾ പോയിട്ട് വരി. ഈ വേഗം പോയി മാറ്റൂടെ? കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞിപ്പോ വരാം. ലിസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോ. ലിസ്റ്റ് ഉണ്ട്. കിട്ടി പോവാ. ഞങ്ങള് പോയിട്ട് വരാം. ഓളൊരു അസുഖം ഓളും. ഓൾക്ക് എന്നും ഓരോ ദണ്ണാണ്. വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. നിങ്ങൾ അതിന് പറഞ്ഞേക്കാൻ. നിങ്ങൾ ഇനി ഓളിവിടെ വന്നിട്ട് ഓളിട്ടിട്ട് നല്ല പഠിപ്പിക്കണം. ഒരു റെസ്റ്റ് കൊടുക്കരുത്. ഓൾക്ക് ഊരവേദന എന്നതാണ്. ഒരു റെസ്റ്റും കൊടുക്കാതെ ഓളിട്ടിട്ട് പഠിപ്പിക്കണം. ഊരവേദന ഓളെ കൊണ്ട് എല്ലാ പണികളും ഞാൻ എടുപ്പിക്കുമല്ലോ. നിങ്ങൾ ഇനി ഓളൊരു ഭാഗത്തിരിക്കാനും സമ്മതിക്കരുത്. ഓളൊരു ഭാഗത്തിരിക്കാനൊന്നും സമ്മതിക്കൂല. എന്റെ മകന്റെ കാശൊക്കെ ഓളെ പണി കണ്ടോടം കൊണ്ടുപോയിട്ട് ചെലവാക്കാണ്. അതിന് ഞാൻ എന്തായാലും അയക്കൂല. ഇപ്പൊ ഓനും ഓളെ സൈഡാണ്. അതാണ് പ്രശ്നം. ഓനും അതിന് സൈഡാണേ. ഓനും അതിന് ഒപ്പം നിക്കണം ഓളെ. അല്ല ഇപ്പൊ വല്ല ആവശ്യമുണ്ട് ഇപ്പൊ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുകൊണ്ട് ഒരു ഉളി കുടിച്ചാൽ മാറണതണ്ണോ. പോയി വന്നോ? എന്താ ഇത്ര തോന്നെ നേരം? ഹോസ്പിറ്റലിലേക്ക് തന്നെ അല്ലേ നിങ്ങള് പോയിക്കണത്? ഈ കണ്ട നേരം വരെയും മോല് കറങ്ങി തിരിഞ്ഞു വന്നതാണ്. നിങ്ങളൊന്നും മിണ്ടാതിരിക്കൂ. ഒന്നുകൊണ്ട് വന്ന് കേറിയിട്ടല്ലേ ഉള്ളൂ. എന്താ ഇങ്ങനെ ഇരിക്കണ? ഒന്നുമില്ല, ഭയങ്കര ക്ഷീണം. ആ ഇഞ്ചക്ഷനൊക്കെ വെച്ചപ്പോഴേ ഊരൊക്കെ നല്ല വേദന ഉണ്ട്. എന്നാ ഈ കിടന്നോ. നേരെ വൈകുന്നേരം ആയപ്പോ ഇതിന് ഔത്തേക്ക് തന്നെ പോയോ? ഇവിടെ ആർക്കും ചോറൊന്നും വാമ്പി തരുന്നില്ലോള്. മകന്റെ പൈസയും കൊണ്ടുപോയി ചെലവാക്കിങ്ങാണ്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടേ കാരം വന്നിട്ടുണ്ടാവേ. അതാണ് പോക്കൊന്നും വേണ്ടാത്ത. നിങ്ങളിത് കേട്ടുങ്ങാണ്ട് നിക്കാണ്. ഇവര് ഈ പറയണതൊക്കെ ഒന്ന് പ്രതികരിച്ചൂടെ നിങ്ങക്ക്? ഇമ്മ പറയണേനിപ്പോ ഞാൻ എന്താ ചെയ്യാ? നിങ്ങളൊരു ഇമ്മയുണ്ട്, നിങ്ങളും ഉണ്ട്. ഈ ഒന്നും ഉണ്ടായിരുന്ന ഈ ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. പോയി ചോറ് വിളമ്പി കൊടുക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഈ വീടിന്റെ ഉള്ളിലത്തെ വേലക്കാരത്തൊന്നുമല്ല. എനിക്ക് ഒരു ജീവനുള്ള മനുഷ്യൻ തന്നെയാണ് ഞാനും.
കുറെ ദിവസമായി ഞാൻ അത് സൈക്കിൾ തുടങ്ങിയിട്ട്. നിങ്ങളെ പെങ്ങള് കേറി വന്നേ മുതൽ തുടങ്ങിയതാണ് എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ. ഒരു സ്വസ്ഥത, ഒരു ദിവസം നല്ലപോലെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ എങ്കിൽ നിങ്ങളെ പെരക്കാരെന്നെ സമ്മതിച്ചിട്ടുണ്ടാ? തീരെ വയ്യാതായിട്ടല്ലേ ഞാൻ ഇപ്പൊ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിക്കണത്. എന്നിട്ട് വന്ന് കേറിയപ്പോ എന്നോട് എന്തെങ്കിലും ചോദിച്ചോ? എന്താണ് ഡോക്ടർ പറഞ്ഞുന്നോ, എന്താ പറ്റിക്കണെന്നോ ഒന്നും ഇതുവരെ എന്നോട് ചോദിച്ചില്ലല്ലോ. നേരം വെക്കിയതിന് കുറെ കിടന്ന് ചാടി കളിച്ചു. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിരുന്നപ്പോ തുടങ്ങി റൂമിൽ കയറിയിട്ട് വാതിലടച്ചിരിക്കാണ്. റൂമിൽ കയറി വാതിലടച്ചി. ഞാനൊരു മനുഷ്യനല്ലേ, നിക്കെന്താ ഒന്ന് റെസ്റ്റ് എടുക്കൊന്നും വേണ്ടേ? ഈ വീട്ടിനുള്ളിൽ എല്ലാ പണിയോടും ഇങ്ങനെ എടുത്തങ്ങാണ്ട് നിക്കല. അപ്പൊ നിക്ക് പണി ഇജൊന്നും ഉണ്ടണ്ട. ഇജ് ഇതിലുണ്ട് എന്നുള്ളതോളം അറിയന്നെ വേണ്ട. അല്ല, നിങ്ങളെ പ്രശ്നം എന്താണ്? അത് നിങ്ങൾ പറഞ്ഞു തരുമോ? ഞാൻ ഹോസ്പിറ്റലിൽ പോയി വന്നേക്ക് തുടങ്ങിയ പ്രശ്നങ്ങൾ ഇത് ഇന്നും തന്നെ തുടങ്ങിയൊന്നല്ല. കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇതിന്റെ ഉള്ളില്. തൊട്ടേനും പുടിച്ചേനും ഒക്കെ പ്രശ്നം. എന്തെങ്കിലും നല്ലപോലെ ഒന്ന് തൊള്ളേക്ക് വെക്കുമ്പോത്തിന് നിങ്ങൾ തുടങ്ങും. ഭക്ഷണം കഴിക്കാൻ പാടില്ല, അതേപോലെ ഇരിക്കാൻ പാടില്ല, നിക്കാൻ പാടില്ല, ഒന്നും പാടില്ല. എന്റെ വീട്ടിലേക്ക് എനിക്ക് പോകാൻ പാടില്ല, ഒരാളോട് സംസാരിക്കാൻ പാടില്ല, ഒരു അയൽവാസിയോട് പോലും മിണ്ടാൻ പാടില്ല. എന്നിട്ട് ഞാൻ ഇവിടെ സഹിച്ചു നിൽക്കുന്നതേ എന്റെ 2 മക്കളെ മാത്രം വിചാരിച്ചിട്ടാണ്, അല്ലാതെ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല. നിങ്ങൾ വിചാരിക്കണ്ടാവേ എനിക്ക് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല, ആരും വരൂലെന്നല്ലേ. പക്ഷെ നിങ്ങൾക്ക് തെറ്റിക്കണേ. ഞാൻ ചെന്നിട്ടുണ്ടെങ്കിൽ എന്റെ പെരക്കാരനെ സ്വീകരിക്കും. കുറെ ദിവസമായി ഇത് തുടങ്ങിയിട്ട്. ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് എന്താ പറ്റിക്കണ്, എന്താ ഏതാന്നല്ല ചോദിക്കണേ. നേരം വൈകിയാ ഞങ്ങൾ ഇവിടുന്ന് ചാടി കളിക്കണേ. നിങ്ങളെ മകനോട് ചോദിച്ചു നോക്കി എന്തുകൊണ്ടാണ് നേരം വൈകിക്കണെന്നുള്ളത്. നീ എന്തിനാ ഇങ്ങനെ ഉമ്മാനോട് ചാടുന്നത്? അല്ല, ഈ ആരാ ഞങ്ങളെ കാട്ടിൽ ഇടപെടാന്? അനക്ക് എന്റെ കാര്യങ്ങൾ നോക്കിന്നാ പോരെ. മാപ്പിളുടെ പെരയില് കെട്ടിച്ചോടത്ത് നിക്കണം, അല്ലാതെ അവനാന്റെ പെരയില് വന്നിട്ട് ബാക്കിയുള്ളവരൊട്ട് ഇടങ്ങറാക്കല്ലേ ചെയ്യാ. പോട്ടെ, നിക്കണോണ്ട് പ്രശ്നമില്ല, പക്ഷെ എന്റെ കാര്യങ്ങളും കൂടി ഞാൻ ചെയ്യണല്ലോ. വലിയ വർത്താനൊന്നും പറയണ്ട. ഇന്റെ വാപ്പ നിക്ക് തന്ന ഇന്റെ എല്ലാ മുതലും എനിക്ക് കിട്ടണം. ഈ കരയാണോ? കരയണ്ട, ഞാൻ ഇല്ല എന്റെ കൂടെ. എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യമില്ല. എനിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും കാലം ഞാൻ ഇവിടെ നിന്നത്. പിന്നെ നിങ്ങളമ്മനെ ഞാൻ എൻ്റെ അമ്മാനെ പോലെ ഞാൻ കണ്ടിട്ടുള്ളത്. ഒരുപാട് ഞാൻ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളമ്മക്ക് എന്നോട് ഉണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ എന്താ പറയാ, എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു നിങ്ങളമ്മാനെ. ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷെ എന്നെ മനസ്സിലാക്കണില്ല എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാരും ഇഷ്ടം, എനിക്ക് എല്ലാരും കൂടെ വേണം. എല്ലാരായിട്ടും ഞാൻ എനിക്ക് നല്ലപോലെ നിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും കാലം ഞാൻ അവിടെ നിന്നത്. ഓല് എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കണില്ല. ഓൽക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ നിങ്ങളെ കൊണ്ട് നേടിത്തരുന്നില്ലേ, ഒക്കെ ചെയ്തു കൊടുക്കണില്ലേ ഞാൻ. പിന്നെ ഓലൊക്കെ വിചാരിക്കണ്ടാവും ഞാൻ എന്തിനാണ് പിന്നെയും ഇവിടെ ഇങ്ങനെ പിടിച്ചു തൂങ്ങി നിക്കണെന്നുള്ളത്. പക്ഷെ എല്ലാരോടുള്ള ഇഷ്ടം കൊണ്ടാണ്. പിന്നെ ഞാൻ എൻ്റെ 2 കുട്ടികളെ ആലോചിച്ചിട്ടും നിങ്ങളെ ആലോചിച്ചിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇനി എന്തായാലും ഒരു തിരിച്ചു വരവില്ല. ഇനി ഇവിടുന്ന് ഞാൻ പോവാണ്. നിങ്ങൾക്ക് എന്നോട് കുറച്ചെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാം. ഞാൻ ഒരിക്കലും നിങ്ങളെ വിട്ട് ഞാൻ പോവില്ല, എൻ്റെ വാക്കാണ്. മരണം വരെ ഞാൻ ഉണ്ടാവും നിങ്ങൾ പിന്നാലെ. ആയോ? ഇനി നമുക്ക് ഇവിടെ നിക്കണ്ട, നമുക്ക് ഇവിടുന്ന് പോവാം.
ഞങ്ങൾ പോവമ്മ. ഇനി നിങ്ങക്ക് ഒരു ശല്യത്തിൽ ഞങ്ങൾ വരൂല. പോവാണ്. നീ ഇവിടെ നിന്നോ? അനക്കതല്ലേ വേണ്ട ഞങ്ങൾ പറഞ്ഞയച്ച് ഇങ്ങാണ്ട് ഇവിടെ നിക്കണെന്ന്. ഞാൻ കേട്ടാണ് ഈ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞയച്ച് ഇങ്ങാണ്ട് അനക്ക് നിക്കണം. ഏതെങ്കിലും കാലത്ത് ഉമ്മാക്ക് ഞങ്ങളെ വേണമെന്ന് തോന്നുമ്പോ ഞങ്ങളെ അടുത്തേക്ക് വരാം. ഞാൻ നോക്കും. എന്തായാലും ഞാൻ അങ്ങോട്ട് വരില്ല. വരൂ, എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിലോ ഒക്കെ ആയിട്ട് ഞാൻ വരണ്ട്. ഞങ്ങൾ പോവുക. പോടി പോ. ഞാനാണ് ഇവിടെ താമസിക്കാൻ പോകുന്നത്. എന്തായാലും ഇപ്പൊ ഇത് എനിക്ക് എന്റെ പേരിൽ തന്നെ എഴുതി തരും. എനിക്ക് ഇവിടെ എൻ്റെ മക്കളായിട്ട് സുഖമായിട്ട് നിൽക്കാം. എൻ്റെ മക്കളുള്ളതുകൊണ്ട് എൻ്റെ മക്കൾക്കൊന്നും കിട്ടുന്നില്ല. തീരുമാനാക്കി തരാം.